അപ്പൊ ജസീർ ഭായ് എല്ലാവർക്കും എന്താന്ന് വെച്ചാൽ കൊടുക്ക്. അപ്പൊ എങ്ങനെ എല്ലാവരും അടിച്ച് കയറി വരട്ടെ. ടെലിവിഷൻ രംഗത്തും സ്റ്റേജ് പരിപാടികളിലും നിറസാന്നിധ്യമായ സമദ് ഭായാണ് നമ്മളുടെ കൂടെ ഉള്ളത്. ഹെയർ ട്രാൻസ്പ്ലാന്റ്, ബിയർ ട്രാൻസ്പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. അത് ഏറ്റവും നല്ല സ്ഥലത്ത് റൈറ്റ് പ്ലേസിൽ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്നൊരു ഭാഗ്യമായിട്ടാണ് അതിനെ കാണേണ്ടത്. നമുക്ക് ക്യാഷും മറ്റും എല്ലാവർക്കും ഉണ്ടാവും, പക്ഷേ നല്ലൊരു സ്ഥലത്ത് നല്ലൊരു റിസൾട്ടിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ്. സമദ് ഭായി എനിക്കൊരു 2-3 വർഷമായിട്ട് അറിയാവുന്ന ആളാണ്. 2-3 വർഷമായിട്ട് ഹെയർ ലോസും മറ്റും കാര്യങ്ങളായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അതിനൊക്കെ നല്ല സൊല്യൂഷൻസും കിട്ടിയിട്ടുള്ള ആളാണ്. പക്ഷേ ഇപ്പോൾ വന്നിട്ടുള്ളത് ബിയേഡിനെ ഒന്ന് തിക്നെസ് കൂട്ടാനും ബിയേഡിനെ ഒന്ന് കറക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് സമദ് ഭായി നമ്മളുടെ കൂടെ ഉള്ളത്. നമ്മളോട് പലരും ചോദിക്കാറുണ്ട്, റിസൾട്ട് കാണിക്കുമോ, അല്ലെങ്കിൽ റിസൾട്ടിനെ കുറിച്ചിട്ട് നിങ്ങൾ ചെയ്ത റിസൾട്ട് കാണിക്കുമോ എന്നുള്ളത്. സോ നമ്മൾ അത്രയും കാര്യങ്ങളൊന്നും കാണിക്കാത്തത് പ്രൈവസി ഇഷ്യൂവിനെ ബേസ് ചെയ്തിട്ടാണ്. സോ ഞാൻ സമദ് ഭായിയോട് ചോദിച്ചു, ഇങ്ങനെ ആളുകൾ വീഡിയോ കാണുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളത്. പുള്ളി പറഞ്ഞു, എൻ്റെ സ്വന്തം ഹെയർ കൊണ്ടാണ് ഞാനിത് കറക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻ്റെ സ്വന്തം ബിയേഡ് കൊണ്ടാണ് കറക്റ്റ് ചെയ്യുന്നത്, ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും ചെയ്യുന്നില്ല. സോ അത് അറിയുന്നതിൽ തെറ്റൊന്നുമില്ല, അത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാവുകയാണെങ്കിൽ അത് നല്ലതാണ് എന്നുള്ള രീതിയിലാണ് സമദ് ഭായി പറഞ്ഞത്. എന്തുകൊണ്ടാണ് ദുബായിൽ ഇത്രയും ക്ലിനിക്ക് ഉണ്ട്, നാട്ടിലും ഒരുപാട് ക്ലിനിക്ക് ഉണ്ട്. ഇപ്പോൾ അത്യാവശ്യം സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ആളാണ്, എന്ന് വെച്ചാൽ എല്ലാവരും ഒരു 4 ആൾ അറിയുന്ന ആളാണ്. സോ അദ്ദേഹത്തിന് ഇത്രയും ഓപ്ഷൻ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ ക്ലിനിക്കിൽ വന്നിട്ട് ഹെയർ ട്രാൻസ്പ്ലാന്റ് അല്ലെങ്കിൽ ബിയർ ട്രാൻസ്പ്ലാന്റ് സെലക്ട് ചെയ്യാനുള്ള കാരണമെന്ന് നമുക്ക് സമദ് ഭായിയോട് തന്നെ ചോദിക്കാം. എസ്പെഷ്യലി ജസീർ ഭായ് എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്താണ്. ഒരു 2-3 വർഷമായിട്ട് ഇദ്ദേഹത്തിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നല്ല റിസൾട്ടാണ്. അദ്ദേഹം കൊടുക്കുന്ന ഒരു റിസൾട്ട് എന്ന് പറയുമ്പം ലോകത്തുള്ള എല്ലാ ഭാഷക്കാരും വന്ന് ചെയ്ത് കഴിഞ്ഞ ശേഷമുള്ള അവരുടെ റിസൾട്ടാണ് എന്നെ ഏറെ പ്രചോദനമാക്കിയത്. പിന്നെ എൻ്റെ ഒരു സുഹൃത്താണ്. പിന്നെ ഏറെക്കാലത്തെ എൻ്റെ ഒരു ആഗ്രഹം കൂടിയാണ് ഇതിൻ്റെ ഒരു ഡെൻസിറ്റി ഒന്ന് കൂട്ടുക എന്നുള്ളത്. കാരണം കലാരംഗത്ത് നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് പല ആവശ്യങ്ങളും വരും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ് ഒന്നും പേടിക്കണ്ട എന്ന് വന്നിട്ട് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത്. അപ്പോൾ എന്തായാലും ആ ഒരു വിശ്വാസം. ഇനി പ്രൊസീജിയറും കാര്യങ്ങളും നമുക്ക് പോവാം. നമ്മളിപ്പോൾ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫിറ്റാണ് ആൾ, ഹെൽത്തും ഒക്കെ ഫിറ്റാണോ, ഒന്നും പ്രശ്നമില്ല. നമ്മൾ ഫസ്റ്റ് അതാണ് ചെക്ക് ചെയ്യുക. ഇനി നമ്മൾ പ്രൊസീജിയറിലേക്ക് പോവുകയാണ്. തീർച്ചയായിട്ടും പ്രൊസീജിയർ കഴിഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് കൂടി ചോദിക്കാം. എങ്ങനെയായിരുന്നു, പെയിൻ ഉണ്ടായിരുന്നോ, എങ്ങനെയായിരുന്നു ട്രീറ്റ്മെൻറ്റ്, ഡോക്ടേഴ്സും സർജൻസൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം.